വെൽക്കം ടു ബിനൂസ് ഹിന്ദി ക്ലാസ്. അപ്പൊ ഇന്ന് നമ്മുടെ ഒരു കോൺവെർസേഷൻ ക്ലാസ് ആണ്. ഇവരൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ കോൺവെർസേഷൻ ലേറ്റ് ആവുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഡോക്ടറും പേഷ്യൻറ്റുമാണ്. അപ്പോൾ ഒരു ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ള സംഭാഷണം അതെങ്ങനെയാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താ പറയുന്നത്, കുറെ അസുഖങ്ങളുടെ പേരും ഒക്കെ പഠിച്ചെടുക്കാം കേട്ടോ. ശരി, അപ്പൊ തുടങ്ങാം. बोलो क्या हो गया? डॉक्टर जी, मुझे 2 दिन से बुखार है और इसके साथ सिर दर्द और जुकाम भी है. अच्छा, बोलो क्या हो गया? എന്ത് പറ്റി പറയോ, എന്ത് പറ്റി? അപ്പൊ എന്താ പറഞ്ഞ ഇവല്, ഡോക്ടർ ജി മുझे 2 दिन से बुखार है എന്ന് വെച്ച് കഴിഞ്ഞാൽ മുझे 2 दिन से 2 ദിവസം, ദിൻസെ എന്ന് പറഞ്ഞാൽ 2 ദിവസമായിട്ട് എന്നാണ് അർത്ഥം കേട്ടോ. 2 दिन से ബുക്കാർ ഹെ, ബുക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനിയാണ്, മനസ്സിലായോ? പനിയാണ് ബുക്കാർ എന്ന് പറയാ. और उसके साथ क्या क्या था? सिर दर्द, सिर दर्द, सिर दर्द എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലവേദന. അതുപോലെ തന്നെ ജുക്കാം, ജുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലദോഷം. और जुकाम भी है, മനസ്സിലായോ? ओके ठीक है. आपको गले में दर्द है क्या? हाँ जी, गले में भी दर्द है. हो, आपको गले में दर्द है क्या എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗല എന്ന് പറയുന്നത്, ഗല എന്ന് പറയുന്നത് തൊണ്ടവേദന ഉണ്ടോ എന്ന് ചോദിച്ചേ കേട്ടോ. ഹാ, ഗലെ മേ ബി ദർദ് ഹെ മീൻസ് ദർദ് എന്ന് പറയുന്നത് വേദന, മനസ്സിലായോ? ഇതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന വാക്കുകളുടെ അർത്ഥങ്ങള് നമ്മുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം, പഠിക്കണം കേട്ടോ. ശരി. अच्छा, क्या बारिश में भीगे थे? नहीं मैम, अचानक से हुआ. अच्छा എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാ ആ ബാരിഷ് മേ ഭീഗേ थे എന്ന് ചോദിച്ചാൽ, ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴ, ഭീഗേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നനയുക എന്നാണ് അർത്ഥം കേട്ടോ. ബാരിഷില് നനഞ്ഞോ, മഴ നനഞ്ഞോ എന്നാണ് ചോദിച്ചത്. ക്യാ ആ ബാരിഷ് മേ ഭീഗേ थे എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റ് ആണ്. താങ്കൾ മഴ നനഞ്ഞിരുന്നോ? നഹി ജി, അചാനക് സെ ഹുവ. അചാനക് സെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വന്നതാണ്, അചാനക് സെ ആയ, മനസ്സിലായോ? ഓക്കെ. കാസി ഹേ ക്യാ? खांसी नहीं है मैम, लेकिन पूरे शरीर में दर्द हो रहा है. ഹോ, കാസി ഹേ ക്യാ? കാസി എന്ന് പറഞ്ഞാൽ ചുമ, ചുമയുണ്ടോ? അപ്പൊ എന്താ പറഞ്ഞ, കാസി നെയ്യേ മാം, കാസി ഇല്ല, ചുമയില്ല. ലേക്കിൻ പക്ഷേ പൂരെ ശരീരമേ ദർദോരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം മൊത്തം വേദനയാണ്. നമുക്കിങ്ങനെ ബോഡി പെയിൻ ഉണ്ടാവില്ലേ, അതാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ. സർ आपका मुंह खोलना, जीभ बाहर निकालो. अच्छा, जरा आपका मुंह खोलना എന്ന് പറഞ്ഞാൽ ഒന്ന് താങ്കളുടെ വായം തുറക്കൂ. പിന്നെ എന്താ പറഞ്ഞേ, മൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായ. ഓക്കെ. ഇനി ജീബ്, ജീബ് ബാഹർ നിക്കാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്കിടൂ, നാക്ക് പുറത്തേക്കിടൂ, ജീബ് ബാഹർ നിക്കാലോ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി പിന്നെന്താ ഡോക്ടർ ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെക്കപ്പ് ചെയ്യുക അല്ലേ. അപ്പോൾ തൊട ഉസ്തറഫ് മൂടോ, തൊട ഉസ്തറഫ് മൂടോ എന്ന് പറയുന്നത് തിരിഞ്ഞു നിൽക്കുക എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ ശ്വാസ് ലേലോ, अच्छे से ले लो. हाँ, छोड़ो. सांस ले लो എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയില്ലേ ശ്വാസം വലിക്കൂന്ന്, ഒന്നുകൂടി വലിക്കാൻ പറയില്ലേ, അതാണ് अच्छे से ले लो. മനസ്സിലായോ? ചോടോ, ചോടോ എന്ന് പറഞ്ഞാൽ വിട്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പം ഇത്രയൊക്കെയാണ് ഡോക്ടേഴ്സ് ചെയ്യുക അല്ലേ. ठीक है, सीधे बैठो, सीधे बैठो, നേരെ ഇരിക്കും. ഓക്കെ. कोई बात नहीं, गले में थोड़ा इन्फेक्शन है, गले में തോട കോയി ബാത്ത് നെയ്, കുഴപ്പമൊന്നുമില്ല. ഗലേമേ തോട ഇൻഫെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ടയിൽ കുറച്ച് ഇൻഫെക്ഷൻ ഉണ്ട്, മനസ്സിലായോ? ठीक है, आपको एंटीबायोटिक लेना पड़ेगा, नॉर्मल मेडिसिन से जल्दी ठीक नहीं होगा. ഓൾമോസ്റ്റ് അങ്ങനെയല്ല, നമുക്ക് ആന്റിബയോട്ടിക് എടുക്കണമെന്ന് തന്നെയാണ് പറഞ്ഞ ഡോക്ടേഴ്സ് പറയും അല്ലേ. ഇത് ആന്റിബയോട്ടിക് എടുക്കേണ്ടി വരും. आपको एंटीबायोटिक लेना पड़ेगा എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾക്ക് ആന്റിബയോട്ടിക് എടുക്കേണ്ടി വരും. നോർമൽ മെഡിസിൻസ് ജൽദി ടീക്ക് നെയ് യോഗ. നോർമൽ മെഡിസിൻ ആണ്, ഇപ്പോൾ നമ്മൾ ആന്റിബയോട്ടിക് അല്ലാത്ത മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് അതെന്താ പറയുക, ജൽദി ടീക്ക് നെയ് യോഗ, ടീക്ക് നെയ് യോഗ, ശരിയാവത്തില്ല എന്നാണ്.
ജൽദി വേഗം, മനസ്സിലായോ? വേഗം മാറത്തില്ല എന്നാണ് കേട്ടോ. ശരി, ठीक है, मैं 5 दिन के लिए दवाई लिख देती हूँ. ठीक है, ठीक है, मैं 5 दिनों के लिए दवाई लिख देती हूँ എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ദിവസത്തിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ എഴുതി തരാം. ഓക്കെ, अगर 3 दिन में कम नहीं हुआ तो दोबारा आके दिखाना है. अगर 3 दिनों में कम नहीं हुआ तो दोबारा आके दिखाना है. അഗർ അഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്താ പറയാ, 3 ദിനോं में कम नहीं हुआ तो 3 ദിവസത്തിൽ കുറഞ്ഞില്ലെങ്കിൽ ദുബാര ആക്കി ദിക്കാനാ ഹൈ, വീണ്ടും എന്നെ വന്ന് കാണിക്കണം. धन्यवाद जी. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിക്കണം കേട്ടോ. എന്തെങ്കിലും നിങ്ങൾക്കായിട്ട് ചോദിക്കാനുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, മറ്റുള്ള അസുഖങ്ങളുടെ പേര് ഞാൻ ഇതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് അടിയിൽ ലിസ്റ്റ് ആയിട്ട് കൊടുക്കാം കേട്ടോ. എല്ലാ അസുഖങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ നോർമലി വരുന്ന എന്താ പറയുന്ന ചെറിയ ചെറിയ നമ്മുടേതായ പനി, ചുമ, ജലദോഷം ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, മറ്റുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ അടിയിൽ ആഡ് ചെയ്തോളാം. അപ്പോൾ ഇന്നത്തെ കോൺവെർസേഷൻ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കോൺവെർസേഷൻ ക്ലാസ്സുകളായിട്ടും അതുപോലെ തന്നെ ഒരുപാട് ഇനി നമുക്ക് മുന്നോട്ട് പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, പിന്നെ ഞാൻ ആദ്യം നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട്, ഇനിയും ഇടയിൽ നമുക്കത് റിവിഷൻ ചെയ്യണം. അപ്പോൾ പുതിയ പുതിയ വേർഡുകളുടെ പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ എല്ലാം നമുക്ക് പഠിക്കണം. അത് പഠിച്ചാലേ നമുക്ക് സംസാരിക്കാനായിട്ട് പെട്ടെന്ന് പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ഇന്നത്തേക്ക് ബൈ എന്നും പറയണ പോലെ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക് വീഡിയോ കേട്ടോ. ബൈ. ഇതിലിപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സാധാരണയായിട്ടുള്ള അസുഖങ്ങളുടെ പേരാണ് കേട്ടോ. ഒന്നാമത്തെ തന്നെ വയറുവേദന. വയറുവേദനനെ പേട്ട് ദർദ് എന്നാ പറയാം, പേട്ട് ദർദ്. ഓക്കെ, അതുപോലെ പുറം വേദനയാണെങ്കിൽ പീട്ട് ദർദ്. പേട്ട് എന്ന് പറഞ്ഞാൽ വയറ്, പീട്ട് എന്ന് പറഞ്ഞാൽ പുറം. ഓക്കെ, അടുത്തത് തലകറക്കം വരിക എന്ന് പറയും. ചക്കർ ആരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല കറങ്ങുക എന്നാണ്. ചക്കർ, അതാണ് തലകറക്കം കേട്ടോ. ഇനി ഛർദ്ദിക്കുക എന്ന് പറയുന്നത് ഉൾട്ടി കയറുക എന്ന് പറഞ്ഞാൽ ഛർദ്ദിക്കുകയാണ് കേട്ടോ, ഉൾട്ടി. ഇനി പല്ലുവേദനയ്ക്ക് നമ്മൾ നോർമൽ ദാന്ത് ദർദ് എന്ന് തന്നെയാണ് പറയാം. ഓക്കെ, ദാന്ത് ദർദ്. ഇനി നമ്മൾ മഞ്ഞപ്പിത്തത്തിന് എന്താ പറയാന്ന് പറയാം, പീലിയ എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തം. ഓക്കെ, മഞ്ഞപ്പിത്തം. ഇനി മോച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലും കൈയൊക്കെ ഉളുക്കില്ലേ, അതിനെയാണ് പറയുന്നത് കേട്ടോ. ഇനി സൂജൻ, നമ്മളിപ്പോൾ കയ്യോ എവിടെയെങ്കിലുമൊക്കെ നീര് വയ്ക്കുമ്പോൾ പറയുന്നത് സൂജനുവ എന്നാണ് കേട്ടോ. സൂജൻ എന്ന് പറഞ്ഞാൽ നീര്. അടുത്തത് കുജലി ഒരേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊറിച്ചിലിനെയാണ്. ചൊറിച്ചിലിനെ പറയുന്നതാണ് കുജലി. അടുത്തത് കൂൻകി കമ്മി, നമ്മൾ അനീമിയ എന്ന് പറയില്ലേ, വിളർച്ച. കൂൻകി കമ്മി. ഓക്കെ.